ആന്റോ ആന്റണിയെ കോൺഗ്രസ് അധ്യക്ഷനാക്കി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാനുള്ള AICC തീരുമാനത്തിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഏറ്റിരിക്കുന്നത്. നേതൃമാറ്റത്തെക്കുറിച്ച് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതുമായിരുന്നു. എന്നാൽ ആവക നിർദ്ദേശങ്ങൾ ഒന്നും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാടിലാണ് സുധാകരൻ നിൽക്കുന്നത്. മാത്രമല്ല തന്റെ പദവി ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള വാശിയും ഉണ്ട്. പദവിയിൽ നിന്ന് മാറാൻ തനിക്ക് അനാരോഗ്യമില്ല എന്നും അങ്ങനെ ഉണ്ട് എന്ന് വരുത്താൻ കോൺഗ്രസിലെ ഒരു ഗ്രൂപ്പ് മനഃപൂർവ്വം ശ്രമിക്കുന്നുവെന്നും സുധാകരൻ കട്ടായം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. തന്നെ മൂലക്കിരുത്താൻ നോക്കുന്നത് സംസ്ഥാനത്തെ ഒരു നേതാവായിരുന്നല്ലോ എന്നും ഇതുമായി ബന്ധപ്പെട്ട സുധാകരന്റെ പ്രതികരണം അങ്ങനെയായിരുന്നു. സമ്പൂർണ്ണ നേതൃമാറ്റം എന്ന നിലയിലാണ് സുധാകരനെ മാറ്റാൻ ഹൈക്കമാൻഡ് നീങ്ങിയത്. എന്നാൽ പരസ്യ പ്രതികരണങ്ങളിലൂടെ തങ്ങളുടെ നീക്കം തള്ളിക്കളഞ്ഞ സുധാകരന്റെ ഇടപെടൽ ഹൈക്കമാൻഡിന് കടുത്ത അതൃപ്തി തന്നെയാണ് ഉള്ളത്. മാറ്റത്തിന്റെ പ്രതിരൂപങ്ങൾ എന്ന നിലയിൽ ഗ്രൂപ്പുകളെ അപ്രസക്തമാക്കി തന്നെയാണ് സുധാകരൻ KPCC അധ്യക്ഷനായതും VD സതീശൻ പ്രതിപക്ഷ നേതാവായതും. ഗ്രൂപ്പുകൾക്ക് അതീതമായി കോൺഗ്രസിനെ ചലിപ്പിക്കാൻ തങ്ങൾക്കാകുമെന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ തുടക്കകാലത്ത് അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ മൈക്കിന് വേണ്ടി രണ്ടുപേരും കടിപിടി കൂടിയതും VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ എത്താൻ വൈകിയതിൽ പരസ്യമായി സുധാകരൻ അസഭ്യം വിളിച്ചതും ലോകം കണ്ട കാഴ്ച തന്നെയാണ്. ഈ അസ്വാരസ്യം ബലപ്പെട്ടതോടെ സുധാകരനെ മാറ്റാൻ VD സതീശൻ കാര്യമായി കരുക്കൾ നീക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതുമാണ്. ഇപ്പോഴത്തെ ചരടുവലിക്ക് പിന്നിലും VD സതീശന്റെ കൈകൾ ഉണ്ട് എന്നുള്ള കാര്യം ശക്തമായി വരുന്നുണ്ട്. ആന്റോ ആന്റണിയെ KPCC അധ്യക്ഷനാക്കാൻ തന്നെയാണ് കോൺഗ്രസിൽ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കേണ്ട പേരുകൾ കത്തോലിക്ക സഭ നിർദ്ദേശിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭയുടെ മുഖപത്രം ദീപിക രംഗത്തെത്തിയത് കോൺഗ്രസിന് ഒരു ഇരട്ട പ്രഹരം തന്നെയാണ് ഏറ്റിരിക്കുന്നത്. എത്ര മന്ത്രി വേണം, KPCC അധ്യക്ഷൻ വേണം എന്ന് പറയാൻ കത്തോലിക്ക സഭ ഉദ്ദേശിക്കുന്നില്ല എന്നും കോൺഗ്രസിലെ അർദ്ധചിന്തങ്ങളും അധികാരക്കൊതിയും പരിഹരിക്കാൻ പ്രാപ്തിയുള്ളയാളെ അധ്യക്ഷനാക്കിയാൽ നല്ലത് എന്നും സഭയുടെ മുഖപ്രസംഗത്തിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. അധ്യക്ഷന്റെ മതമല്ല മതേതരത്വമാണ് മുഖ്യം എന്ന തലക്കെട്ടിൽ വന്ന ദീപിക എഡിറ്റോറിയൽ കോൺഗ്രസിനെ അങ്കലാപ്പിലാക്കുന്നു എന്നത് വ്യക്തമായ കാര്യമാണ്. ചെറിയ സ്ഥാനമാനങ്ങൾക്കും സ്റ്റേജിൽ ഒരു ഇരിപ്പിടത്തിന് പോലും കോൺഗ്രസിൽ ഉണ്ടാകുന്ന തിക്കിത്തിരക്ക് എക്കാലത്തും പാർട്ടിയുടെ വില കെടുത്തി മുതിർന്ന നേതാക്കളാണ് പാർട്ടിക്ക് ഏറ്റവും ക്ഷീണം ഉണ്ടാക്കുന്നത് എന്നും അടുത്ത തവണ ഭരണത്തിൽ എത്തുമെന്ന് തോന്നിയപ്പോൾ കോൺഗ്രസിൽ തുടങ്ങിയ ആഭ്യന്തര കലാപമാണ് KPCC പ്രസിഡന്റ് സ്ഥാനത്തിൽ എത്തിയിരിക്കുന്നത് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദീപികയും കോൺഗ്രസിനെ പരിഹസിക്കുന്നുണ്ട്. അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തമ്മിലടിയിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടവും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പക്വത കാണിക്കണമെന്നും വാർത്താമുഖമാകാനാണ് നേതാക്കൾക്ക് താല്പര്യമെന്നും യുവ നേതാക്കൾക്ക് ഒന്നും പറയാനില്ലാഞ്ഞിട്ടല്ല എന്നും ആ വിമർശനം കൂടി താങ്ങാനുള്ള ശേഷി പാർട്ടിക്കില്ല എന്നും ഒക്കെ കടുപ്പിച്ചു പറയാൻ രാഹുൽ മാങ്കൂട്ടവും തയ്യാറാവുകയായിരുന്നു. സ്വന്തം തട്ടകത്തിലെ യുവാക്കൾക്ക് വരെ മുതിർന്ന നേതാക്കളെ പക്വത പഠിപ്പിക്കേണ്ടി വരികയാണ്. ഒരു സഭയുടെ പത്രം രാഷ്ട്രീയ ക്ലാസ് എടുത്തു നൽകേണ്ട എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം നിൽക്കേണ്ടി വരുന്ന അവസ്ഥ പരമദയനീയം തന്നെയാണ്. ഈ വ്യത്യസ്തമായ പോരാട്ടം കോൺഗ്രസിൽ അല്ലാതെ വേറെ ഏത് പാർട്ടിയിൽ കാണാൻ പറ്റും? തങ്ങളുടെ പാർട്ടി ജനാധിപത്യ പാർട്ടിയാണെന്നും ആർക്കും എന്തും പറയാമെന്ന് പറഞ്ഞ ഈ വിഷയത്തിലും പതിവ് തടിയൂരലല്ല കോൺഗ്രസ് നേതൃത്വം കാണിക്കേണ്ടത്. തങ്ങളുടെ പാർട്ടി എത്തി നിൽക്കുന്ന ഗതികേട് മാറ്റാൻ ശക്തമായി ഇടപെടുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്.